ഇനി നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ കുറച്ച് പോർഷൻസും കൂടെ ബാക്കിയുണ്ട്, അത് വേറെ ക്ലാസ് എടുക്കാം. ഇപ്പോൾ തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. തേർഡ് മൊഡ്യൂൾ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ക്വാളിറ്റി കൺട്രോളാണ്. അപ്പോൾ എന്താണ് ക്വാളിറ്റി? എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് ക്വാളിറ്റി ഉണ്ടെന്ന് പറയുമല്ലേ. ഇപ്പോൾ ഗുഡ് സർവീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല ക്വാളിറ്റിയാണെന്ന് പറയുക. അതിനാണ് നമ്മൾ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സിൽ നമുക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വെച്ചിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ടെക്നിക്കൽ മീനിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഡിഫൈൻസ് സം ക്യാരക്ടറിസ്റ്റിക്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് വെച്ചിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹീറ്റർ ഹീറ്റ് ആവുന്നത് അതിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ നല്ല ഹീറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കാണിക്കും. അപ്പോൾ ഈ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്ന ഓമാണ്. അപ്പോൾ അതിൻ്റെ ഓംസിൻ്റെ മെഷർമെൻറ്റ് വെച്ചിട്ട് നമുക്കതിൻ്റെ ഒരു ക്വാളിറ്റി പറയാൻ പറ്റും. അപ്പോൾ ഇതെന്ന് പറയുന്നത് വേറൊരു മെഷർമെൻറ്റാണ്. അപ്പോൾ വേറൊരു രീതി എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഡിസൈൻ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ കമ്പോണൻറ്റിൻ്റെ ഡിസൈൻ വെച്ചിട്ട് അത് കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ ഡിസൈൻ അതിൻ്റെ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, അതിൻ്റെ ഡിസൈൻ ചെയ്യുന്നത് പ്രോപ്പറായിട്ട് അതിൻ്റെ ആവശ്യമുള്ള കാര്യം ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ തീരുമാനിക്കുന്നത് കസ്റ്റമറുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വെച്ചിട്ടാണ്. കസ്റ്റമേഴ്സാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവരുടെ നീഡ്സിനെ കുറിച്ച് അവർക്കാണ് അറിയുന്നത്. അപ്പോൾ അവരുടെ സാറ്റിസ്ഫാക്ഷൻ, അപ്പോൾ അവരുമായിട്ടുള്ള പറ്റി നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പേ കസ്റ്റമറുമായിട്ടൊരു ഇൻട്രാക്ഷൻ, കസ്റ്റമറും പ്രൊവൈഡർ തമ്മിൽ ഇൻട്രാക്ഷൻ വെച്ചിട്ടാണ് അതിൻ്റെ ഡിസൈൻ തീരുമാനിക്കുന്നത്. ഇപ്പോൾ വേറൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കൺഫോമൻസ് ടു സ്പെസിഫിക്കേഷൻ. ഇപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വയ്ക്കും. അപ്പോൾ ഇത്രയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം, ആ ലെവലിലോട്ട് എത്തുന്നുണ്ടോ, നമ്മൾ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച ഒരു ലെവലിലോട്ട് അതിൻ്റെ പെർഫോമൻസ് എത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നതാണ് ഒരു രീതിയാണ് കൺഫോമൻസ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നേരത്തെ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന സ്പെസിഫിക്കേഷനിലോട്ട് നമ്മുടെ പ്രോഡക്റ്റ് ആ ലെവലിലോട്ട് എത്തുന്നുണ്ടോ എന്നുള്ള കമ്പാരിസൺ വെച്ചിട്ട് നോക്കുന്നതാണ് ഒരു രീതിയാണ് കൺഫോമൻസ് ടു സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ക്വാളിറ്റി കൺട്രോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ക്വാളിറ്റി എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ബേസ് ആയിരിക്കും. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തൊക്കെയാണ്? മെറ്റീരിയൽ, മെഷീൻ, മാനുഫാക്ചറിങ് കണ്ടീഷൻ. ഇതൊക്കെയാണ് നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോഴുള്ള ഇൻപുട്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഈ ഫാക്ടേഴ്സൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പ്രോഡക്റ്റ് ക്വാളിറ്റി കൂടും. ഈ ഫാക്ടേഴ്സിനെ സിസ്റ്റമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യുന്നതിനാണ് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ മേ ബി ഡിഫൈൻഡ് ആസ് ദാറ്റ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ടെക്നിക് ബൈ മീൻസ് ഓഫ് വിച്ച് പ്രോഡക്ട്സ് ഓഫ് യൂണിഫോം അക്സെപ്റ്റബിൾ ക്വാളിറ്റി ആർ മാനുഫാക്ചേർഡ്. നമുക്ക് അക്സെപ്റ്റബിൾ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർ ഫങ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ളൊരു ക്വാളിറ്റിയോടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുക. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ can also be defined as function or collection of duties which must be performed throughout the organization to build an excellent quality objectives. നമ്മുടെ പ്ലാന്റിൽ മുഴുവൻ, നമ്മുടെ ഇൻഡസ്ട്രിയിൽ മുഴുവൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഏത് രീതിയിലാണ് വർക്ക് ചെയ്യേണ്ടത്, ഒരു അക്സെപ്റ്റബിൾ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യണം, അതിന് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയാൻ പറ്റും. ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി കൺട്രോൾ is the control of quality during production. അപ്പോൾ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നതിനാണ് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ക്വാളിറ്റി കൺട്രോൾ, ഇൻസ്പെക്ഷനും. പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞിട്ട് അവസാന സ്റ്റേജിലാണ് ഇൻസ്പെക്ഷൻ വരുന്നത്. ക്വാളിറ്റി കൺട്രോൾ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ത്രൂ ഔട്ട് പ്രൊഡക്ഷനിൽ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ക്വാളിറ്റി കൺട്രോൾ ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷൻ്റെ ത്രൂ ഔട്ട് നമ്മുടെ പ്രോഡക്റ്റ്സ് എന്തെങ്കിലും വേരിയേഷൻ വരുന്നുണ്ടോ അല്ലെങ്കിൽ ക്വാളിറ്റി കുറയുന്നുണ്ടോ അതെല്ലാം ചെക്ക് ചെയ്ത് അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നത്. ഇൻസ്പെക്ഷൻ എപ്പോഴും പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് പ്രോഡക്ട്സ് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ്ഡ് ആയിട്ട് ശേഷമാണ്
ഇൻസ്പെക്ഷൻ വരുന്നത്. ഇപ്പോൾ ക്വാളിറ്റി കൺട്രോൾ പ്രോസസ്സിൻ്റെ ഒരു ചാർട്ടാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ എപ്പോഴും ക്വാളിറ്റി കൺട്രോൾ ആക്ഷനിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ആവശ്യത്തിൽ നിന്നുള്ള നമ്മുടെ പ്രോഡക്ട്സിനെ ക്യാരക്ടറിസ്റ്റിക്സിൽ എന്തെങ്കിലും ഡീവിയേഷൻ, നമ്മുടെ അക്സെപ്റ്റബിൾ സ്റ്റാൻഡേർഡിൽ നിന്ന് എന്തെങ്കിലും കുറവോ അല്ലെങ്കിൽ ക്വാളിറ്റി കുറയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേരിയേഷൻ വ്യത്യാസം, നമ്മുടെ പ്രോഡക്റ്റിന് എന്തെങ്കിലും വ്യത്യാസം വരുമ്പോഴാണ് ക്വാളിറ്റി കൺട്രോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡീവിയേഷൻ, എന്തെങ്കിലും ഡീവിയേഷൻ വരുവാണെങ്കിൽ എന്നിട്ട് അനലൈസ് ദ കോസ് ഓഫ് ഡീവിയേഷൻ, എന്തുകൊണ്ടാണ് ഡീവിയേഷൻ വന്നത്, അത് നമ്മുടെ എല്ലാ പ്രൊഡക്ഷൻ്റെ പല പല സ്റ്റേജസിൽ പോയി ചെക്ക് ചെയ്ത് നോക്കും. അത് കഴിഞ്ഞിട്ട് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻ പ്ലാൻ ചെയ്യും, ആ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഡിസൈഡ് പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേരിയേഷൻ മാറി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ പ്രോഡക്റ്റ് കറക്റ്റഡ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് അതിനെ മെഷർ ചെയ്യുക. അപ്പോൾ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുക. എന്നിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് പെർഫോമൻസ്, നമ്മൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റാൻഡേർഡ് പെർഫോമൻസിൻ്റെ ആ ലെവലിലോട്ട് നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് എത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് നമ്മുടെ പണി കഴിഞ്ഞ്. ചെക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു സൈക്കിൾ പോലെ പിന്നെയും നടന്നുകൊണ്ടിരിക്കും. ചെക്ക് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെയും നമ്മൾ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ സോൾവ് ആയി കാണത്തില്ല, പിന്നെയും ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ കറക്റ്റ് ഒരു നമ്മുടെ സ്റ്റാൻഡേർഡ് എത്തുന്ന ആ ലെവലിലോട്ട് എത്തുന്നവരെ ഇതൊരു സൈക്കിൾ പോലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ എന്തൊക്കെയാണ്? ഒന്നാമത് ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ ഫേം ക്യാൻ ബി ഇംപ്രൂവ്ഡ്. അപ്പം ക്വാളിറ്റി കൂട്ടുമ്പോഴേക്കും എന്തെങ്കിലും ഫേമിൻ്റെ ഓവറോൾ പെർഫോമൻസ് കൂടിയാൽ മാത്രമേ ക്വാളിറ്റി കൊടുത്തുള്ളൂ. ഓൾ ടൈപ്സ് ഓഫ് പോസിബിൾ എറേഴ്സ്, പല പല എറേഴ്സ് നമ്മൾ ഒരു ക്വാളിറ്റി കൺട്രോൾ നമ്മളെ ഫേമിലോട്ട് അപ്ലൈ ചെയ്യുമ്പം ഏതെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ എറേഴ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എറേഴ്സൊക്കെ കുറയാൻ തുടങ്ങും. ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്ലിമെൻറ്റ് പ്രൊഡക്ഷൻ മെത്തേഡ്സ് ആൻഡ് പ്രോഡക്റ്റ് ഡിസൈൻ. അപ്പോൾ ക്വാളിറ്റി കൺട്രോൾ വെച്ചിട്ട് പ്രൊഡക്ഷൻ മെത്തേഡ്സ് ഒക്കെ പ്രോപ്പറായിട്ട് നമ്മുടെ ഫേമിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ പ്രോഡക്റ്റ് ഡിസൈൻ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാൻ സഹായിക്കും. ടു ഇംപ്രൂവ് ക്വാളിറ്റി, എല്ലാ രീതിയിലും ക്വാളിറ്റി കൂടും. ടു അച്ചീവ് റിക്വയർഡ് സ്റ്റാൻഡേർഡ് ഓഫ് പ്രോഡക്റ്റ്, അത് ആദ്യം തന്നെ മനസ്സിലാവും. എയ്ഡ് ഇൻ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഇൻ്റർചേഞ്ചബിലിറ്റി. സ്റ്റാൻഡർഡൈസേഷൻ എന്താണെന്ന് അറിയാമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മളെപ്പോഴും ബോൾട്ട് എന്ന് വെച്ചാൽ പല സൈസ്, എല്ലാ സൈസസും കാണത്തില്ല. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ്സ് തീരുമാനിക്കും. 10 കഴിഞ്ഞാൽ 12 സൈസ് കാണത്തില്ല, അതിൻ്റെ ഇടയിലുള്ള സൈസ് കാണത്തില്ല. അപ്പോൾ ഇത് എല്ലാ നമ്മുടെ ത്രൂ ഔട്ട് ഇൻഡസ്ട്രിയിൽ ഒരു സ്റ്റാൻഡേർഡ് പോലെ നമ്മൾ ഫിക്സ് ചെയ്യും. അപ്പോൾ പ്രൊഡക്ഷൻ്റെ വേഗത കൂട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ സ്റ്റാൻഡർഡൈസേഷൻ വയ്ക്കുമ്പോഴേക്കും നമുക്ക് ടോട്ടൽ പ്രോസസ്സ് നമുക്ക് ഫാസ്റ്റ് ആക്കാൻ പറ്റും. അപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ കാരണമാണ് ഇൻ്റർചേഞ്ചബിലിറ്റി വരുന്നത്. എന്ത് പറ്റും, ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്തേക്കുന്ന എല്ലാ ത്രൂ ഔട്ട് ഇൻഡസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഒരു ഫോമിലുള്ളതുപോലെ തന്നെ ആയിരിക്കും വേറൊരു ഫോമിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് പറ്റും, ടൺ ഓഫ് സൈസ് ബോൾട്ട് എന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ടൺ ഓഫ് സൈസ് ബോൾട്ടിൻ്റെ ആ എല്ലാ സ്പെസിഫിക്കേഷൻസും സെയിം ആയിരിക്കും. നമുക്ക് എന്തായിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ക്വാളിറ്റി അഷ്വറൻസ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഇതിൽ ഏതെങ്കിലും ഒരു 8-9 പഠിച്ചു വയ്ക്കുക. അടുത്ത ഏരിയാസ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ക്വാളിറ്റി കൺട്രോൾ പ്രോഗ്രാം. ക്വാളിറ്റി കൺട്രോൾ പ്രോഗ്രാം നമുക്ക് എവിടേക്കാണ് അപ്ലൈ ചെയ്യുന്നത്? അപ്പോൾ ഒരു 3 സ്റ്റേജസ് ആയിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഒന്ന് പറഞ്ഞാൽ ഇൻകമ്മിങ് മെറ്റീരിയൽ കൺട്രോൾ എന്ന് വെച്ചാൽ റോ മെറ്റീരിയൽസ്. പ്രോസസ് കൺട്രോൾ അല്ലെങ്കിൽ ഇൻ പ്രോസസ് കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള കൺട്രോൾ. പ്രോഡക്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് അവസാനം വരുന്നതാണ് പ്രോഡക്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻകമ്മിങ് മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസിൻ്റെ കൺട്രോളാണ് ഇൻകമ്മിങ് മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മുടെ പ്രോഡക്റ്റിന് അല്ലെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ ബെസ്റ്റ് ക്വാളിറ്റി റോ മെറ്റീരിയൽ സെലക്ട് ചെയ്താൽ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ആ ഒരു ലെവലിലോട്ടുള്ള പെർഫോമൻസ് ഉള്ള രീതിയിലുള്ള റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്താൽ മാത്രമേ പ്രോപ്പറായിട്ട് നമുക്ക് ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻകമ്മിങ് മെറ്റീരിയൽസിന് പ്രോപ്പർ ക്വാളിറ്റി, ഇൻകമ്മിങ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസ് മാത്രമല്ല, കമ്പോണൻറ്റ് പാർട്സ്, അസംബ്ലീസ്, അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേറൊരു
പർച്ചേസ് ചെയ്യുന്ന പാർട്സിനാണ് കമ്പോണൻറ്റ് പാർട്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഫോമിൽ ഉണ്ടാക്കാതെ വേറെ പാർട്സ് നമ്മൾ വാങ്ങിച്ച് നമ്മൾ അസംബിൾ മാത്രം ചെയ്യുന്നത്. അല്ലെങ്കിൽ അസംബ്ലീസ് അതുപോലെ വരികയാണെങ്കിൽ നമ്മൾ അസംബ്ലീസ് നമ്മളൊരു ഇൻകമിങ് മെറ്റീരിയലായിട്ട് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഇൻകമിങ് മെറ്റീരിയൽസിന് പ്രോപ്പർ ക്വാളിറ്റി ഇല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ മെഷീൻസിൽ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും. നമ്മുടെ മെഷീൻസ് ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ മാൻ പവർ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. ഒരുപാട് റിജക്ഷൻസ് വരും. അങ്ങനെ ടോട്ടൽ നമ്മളെല്ലാ ഫാക്ടേഴ്സിനും അതിൻ്റെ ഇൻപുട്ട് അതേപോലെ കൂടിക്കൊണ്ടിരിക്കും. ക്വാളിറ്റി റോ മെറ്റീരിയൽ അല്ലെങ്കിൽ ക്വാളിറ്റി ഇൻകമിങ് മെറ്റീരിയൽ നമ്മൾ പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്തില്ലെങ്കിൽ. അടുത്തത് പ്രോസസ് കൺട്രോൾ അല്ലെങ്കിൽ ഇൻ പ്രോസസ് കൺട്രോൾ എന്ന് പറയുന്നത്. നമ്മുടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്ലൈ ചെയ്യുന്ന മെത്തഡാണ് ഇൻ പ്രോസസ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക്, നമ്മുടെ പ്രൊഡക്ഷൻ പല സ്റ്റേജസ് മാനുഫാക്ചറിൻ്റെ പല സ്റ്റേജസ് പ്രോപ്പർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നടക്കുന്നതെന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊസീജിയറാണ് ഇൻ പ്രോസസ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് സ്ക്രാപ്പ്, റിജക്ഷൻ, റീവർക്ക് ഇതിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും. നമ്മൾ മാനുഫാക്ചർ ടോട്ടൽ നടക്കുമ്പോൾ എത്ര റിജക്ഷൻ വരുന്നു അല്ലെങ്കിൽ എത്ര റീവർക്ക് വരുന്നു, അപ്പോൾ ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണോ അല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ അനുസരിച്ച് തന്നെയാണോ പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് കറക്റ്റീവ് ആക്ഷൻ എടുക്കുക. ഒരു ടോട്ടൽ ഇൻഫർമേഷൻ, ഒരു എഫക്റ്റീവ് ഇൻഫർമേഷൻ സിസ്റ്റം നേരത്തെ കൂട്ടി തന്നെ പ്രോബ്ലംസ് കണ്ടുപിടിച്ച് അതിന് കറക്റ്റീവ് ആക്ഷൻ എടുക്കാൻ വേണ്ടി എപ്പോഴും ഒരു ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എപ്പോഴും നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻ പ്രോസസ് കൺട്രോളിൽ നമ്മൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റായിട്ട് വരുന്ന പ്രോഡക്റ്റ് കൺട്രോൾ, ഔട്ട് ഗോയിങ് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇവാലുവേറ്റ് ചെയ്യുന്ന ഇതിന് പ്രോസസ്സാണ് പ്രോഡക്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ബേസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഫീഡ്ബാക്ക് മെക്കാനിസം, ഫീഡ്ബാക്സ്, അതുപോലെ ക്വാളിറ്റി ഓഡിറ്റ്, കംപ്ലൈൻറ്റ് റീഡ്രസൽ, ക്വാളിറ്റി അനാലിസിസ്, ലൈവ് ടെസ്റ്റ് സ്റ്റഡീസ്, ഒപ്പീനിയൻ സർവേസ്. അപ്പോൾ ഔട്ട് ഗോയിങ് പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള മെക്കാനിസമാണ് പറഞ്ഞിരിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിൽ നിന്നുള്ള ഫീഡ്ബാക്ക് പ്രോപ്പർ ക്വാളിറ്റി ആണോ, അതുപോലെ ക്വാളിറ്റി ഓഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ആ ക്വാളിറ്റി പ്രൊഡക്റ്റ് പ്രോപ്പർ ക്വാളിറ്റിയിലാണോ, അതുപോലെ കംപ്ലൈൻറ്റ് റീഡ്രസ്, എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ റീഡ്രസ് ചെയ്യുക. ക്വാളിറ്റി അനാലിസിസ്, അതുപോലെ അതിൻ്റെ ക്വാളിറ്റി അനാലിസിസ്. ഇപ്പോൾ ഏതെങ്കിലും ഔട്ട് ഗോയിങ് പ്രോഡക്ട്സിന് നമുക്ക് ജസ്റ്റ് കണ്ടാൽ തന്നെ അറിയാം ഔട്ട് ഗോയിങ് പ്രോഡക്റ്റിന് എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യുക. പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ രീതിയിൽ നമ്മുടെ ടോട്ടൽ പെർഫോമൻസ് തരുന്ന രീതിയിലാണ് വർക്ക് ചെയ്യുന്നതിന് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മെത്തേഡ്സാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി. കോസ്റ്റ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ക്വാളിറ്റി ഇല്ലാതായ അല്ലെങ്കിൽ ക്വാളിറ്റിയുടെ കുറവ് കൊണ്ട് നമുക്കുണ്ടാകുന്ന കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻസ് എന്ന് പറയുന്നതാണ് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ് കോസ്റ്റ് ഓഫ് ഇൻസ്പെക്ഷൻ, അതുപോലെ റീവർക്ക്, വേസ്റ്റേജ്, അതുപോലെ പ്രിവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഡ് ക്വാളിറ്റി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള പ്രിവെൻഷൻ മെഷേഴ്സ്, പ്രിവെൻഷൻ അസസ്മെൻറ്റ്, കൺട്രോൾ കോസ്റ്റ്, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചേർന്നാണ് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. അതിൽ ആദ്യം വരുന്നതാണ് ഫെയിലിയർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഫെയിലിയർ കോസ്റ്റ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റും എക്സ്റ്റേർണൽ ഫെയിലിയർ കോസ്റ്റും. ഇപ്പോൾ പ്രോഡക്റ്റ് പുറത്ത് പോകുന്നതിന് മുമ്പ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്ന ഡിഫക്ട്സിനെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കോസ്റ്റ്സാണ് ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് വരുന്നതാണ് സ്ക്രാപ്പ് ആൻഡ് റീവർക്ക് കോസ്റ്റ്, ടെസ്റ്റിംഗ്, ഇൻസ്പെക്ഷൻ, അതിനൊക്കെയുള്ള കോസ്റ്റ്, അവോയ്ഡബിൾ പ്രോസസ്സിങ്, ലോസസ് ഡ്യൂ ടു അവോയ്ഡബിൾ പ്രോസസ്സിങ്. എന്നുവെച്ചാൽ പ്രോസസ്സിന് എന്തെങ്കിലും ഡിഫക്റ്റ് വരുമ്പോഴേക്കും അത് നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്ന കോസ്റ്റാണ്. അതുപോലെ ഫെയിലിയർ അനാലിസിസിൽ വരുന്ന എക്സ്പെൻസ്, ഇതൊക്കെയാണ് ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് ഷിപ്പ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പ്രോഡക്റ്റ് കസ്റ്റമറിന് എത്തിയതിന് ശേഷം വരുന്ന കോസ്റ്റാണ് എക്സ്റ്റേർണൽ ഫെയിലിയർ കോസ്റ്റ്. ഇപ്പോൾ വാറണ്ടി ചാർജ് എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ
റീവർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വാറണ്ടി ചാർജ്, അതുപോലെ കംപ്ലയിൻസ് പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റ്, ഇൻസ്പെക്ഷൻ, റിപ്പയറിങ് ഡിഫക്റ്റീവ് ഐറ്റംസ് റിട്ടേൺ ടു ബി കസ്റ്റമേഴ്സ്, റീപ്ലേസിങ് ഡിഫക്റ്റീവ് പ്രോഡക്ട്സ്, ഫെയിലിയർ അനാലിസിസ്. ഷിപ്പ് ചെയ്തതിന് ശേഷം വരുന്ന കോസ്റ്റാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. ഇതാണ് എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അപ്രൈസൽ ബാർ ഡിറ്റക്ഷൻ കോസ്റ്റ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ക്വാളിറ്റി ആ ലെവലിലോട്ട് എത്തിയോന്ന് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് വരുന്നതാണ്. നമ്മുടെ ലെവലിൽ ക്വാളിറ്റി ലെവലിലോട്ട് വരുന്നുണ്ടോ പ്രോഡക്റ്റ് എന്ന് ചെക്ക് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റാണ് അപ്രൈസൽ ബാർ ഡിറ്റക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങളാണ് കോസ്റ്റ് ഓഫ് ഇൻസ്പെക്ടിങ് പർച്ചേസ്ഡ് മെറ്റീരിയൽ, ഇൻ പ്രോസസ് മെറ്റീരിയൽ, ഫൈനൽ പ്രോഡക്റ്റ്, കോസ്റ്റ് ഓഫ് ഓഡിറ്റിംഗ്, എക്യുപ്മെൻറ്റ് കാലിബ്രേഷൻ കോസ്റ്റ്, കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ്, പർച്ചേസ് ഓഫ് ഇൻസ്പെക്ഷൻ എക്യുപ്മെൻറ്റ്സ്, ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ്, ഇവാലുവേഷൻ ഓഫ് ലേബർ, ഇവാലുവേഷൻ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ആ ക്വാളിറ്റി ലെവലിലോട്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസാണ് ഇതിൽ. ഇൻസ്പെക്ഷനും അതേപോലെ ഇൻസ്പെക്ഷൻ എക്യുപ്മെൻറ്റ്സ്, കോസ്റ്റ് ഓഫ് ഓഡിറ്റിംഗ്, എക്യുപ്മെൻറ്റ് കാലിബ്രേഷൻ. അപ്പോൾ നമ്മൾ ആ ക്വാളിറ്റി ആ ലെവലിലോട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സിൻ്റെ അസോസിയേറ്റ് ചെയ്തിരുന്ന കോസ്റ്റാണ് അപ്രൈസൽ അല്ലെങ്കിൽ ഡിറ്റക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് പ്രിവെൻഷൻ കോസ്റ്റ്. അപ്പോൾ എന്തെങ്കിലും ഫെയിലിയർ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ മെഷേഴ്സാണ് ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രിവെൻഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രിവെൻഷൻ കോസ്റ്റ് നമ്മൾ അപ്രൈസൽ കോസ്റ്റിന്, അപ്പോൾ നേരത്തെ പറഞ്ഞ അപ്രൈസൽ കോസ്റ്റിന് കുറയും. അപ്പോൾ അതിൻ്റെ ഈ പ്രിവെൻഷൻ കോസ്റ്റ് വരുന്നതാണ് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി പ്ലാനിങ്, കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് റിവ്യൂ, കോസ്റ്റ് ഓഫ് പ്രോസസ് കൺട്രോൾ, കോസ്റ്റ് ഓഫ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ, പ്രോസസ് ക്വാളിറ്റി പ്ലാനിങ്, കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് അനലിസിസ് ആൻഡ് കറക്ഷൻ ഓഫ് ഡിഫക്റ്റ്. നമ്മൾ പ്രിവെൻഷൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ കോസ്റ്റ് ഓഫ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ എന്താ, ലേബേഴ്സിനെയൊക്കെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫെയിലിയേഴ്സ് വരാനുള്ള ചാൻസ് കുറവായിരിക്കില്ല. അതുപോലെ പ്ലാനിങ്, പ്രോഡക്റ്റ് റിവ്യൂ, പ്രോസസ്സിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുക, ഇൻവെസ്റ്റിഗേറ്റിംഗ് അനാലിസിസ് ആൻഡ് കറക്ഷൻ ഓഫ് ഡിഫക്ട്സ്. അപ്പോൾ നമ്മൾ പ്രിവെൻഷൻ ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ വരുന്ന കോസ്റ്റാണ് പ്രിവെൻഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ബെനിഫിറ്റ്സ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ. നമ്മൾ ക്വാളിറ്റി കൺട്രോൾ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഇത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇറ്റ് ഹെൽപ്സ് ടു അസസ് ദ എക്സിസ്റ്റിംഗ് ക്വാളിറ്റി. അപ്പോൾ എക്സിസ്റ്റിംഗ് ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ടേക്സ് അപ്രോപ്രിയേറ്റ് ആക്ഷൻ ടു എലിമിനേറ്റ് അൺഅക്സെപ്റ്റബിൾ ക്വാളിറ്റി. ഓക്കെ, ഇറ്റ് ഫോംസ് ദ ബേസ് ഓഫ് ക്വാളിറ്റി അഷ്വറൻസ്, ടു എംഫസിസ് quality in design of products, process, jobs and in personnel. It also compel the management to convert quality in every functional area of work, production, marketing, finance and personnel. To promote the techniques like quality circle, zero defect program, quality in every function, every procedure, every person, every method. Regularly evaluate effectiveness of quality programs to tries to reduce wastage and rework, delay of operation. A good quality ensures good return on investment, brings overall growth and reliability. It helps to meet the challenges due to strict competition. It helps to get ISO 9000 certification. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ക്വാളിറ്റി കൺട്രോൾ ഉണ്ട്, അല്ലെങ്കിൽ ക്വാളിറ്റി കൂടുന്നത് കൊണ്ടുള്ള നമ്മളെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ക്വാളിറ്റി കൂട്ടാൻ പറ്റും. അതേപോലെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിസൈനിലും പ്രോസസ്സിലും അതുപോലെ ലേബർ ഫോഴ്സിൻ്റെ ഒക്കെ ക്വാളിറ്റി കൂട്ടാൻ പറ്റും. മാനേജ്മെൻറ്റിൻ്റെ ടോട്ടലായിട്ട് ഫങ്ഷണൽ ഏരിയയായിട്ടുള്ള ക്വാളിറ്റി, അതുപോലെ മാർക്കറ്റിംഗ്, ഫിനാൻസ്, എല്ലാ ഏരിയാസിലും ഉള്ള ആ ഒരു വർക്ക് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി ടോട്ടലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ ക്വാളിറ്റി പ്രോഗ്രാംസിൻ്റെ എഫക്റ്റീവ്നെസ് തന്നെ റെഗുലറായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. വേസ്റ്റേജ്, റീവർക്ക് എല്ലാം കുറയ്ക്കാം. ഡിലേ ഓഫ് ഓപ്പറേഷൻ കുറയ്ക്കാൻ പറ്റും. ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് പുറത്തു പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആ പ്രോഡക്ട്സിൻ്റെ വാല്യൂം കൂടും. അപ്പോൾ റിട്ടേണിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ നമുക്ക് ടോട്ടലായിട്ട് കൂടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ ഗ്രോത്ത്, ഇപ്പോൾ ആ ഫേമിൻ്റെ ടോട്ടൽ ഗ്രോത്ത് വരും. കോമ്പറ്റീഷൻ കാരണം എന്ത് പറ്റും, ചാലഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല പ്രോഡക്ട്സും പുതിയ ഇന്നോവേഷൻസ് അവരുടെ പ്രോഡക്ട്സിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഫാൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ
കമ്പനി അവരുടെ ഫാൻ്റെ കാറ്റ് എങ്ങനെ കൂട്ടാൻ പറ്റും, അങ്ങനെ ആ ഒരു ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് ഇത് പ്രോഡക്റ്റ് ടോട്ടലായിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ചാലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ആ രീതിയിൽ പുതിയ പുതിയ ടെക്നിക്സ് കണ്ടെത്തിക്കൊണ്ടിരിക്കും. അതുപോലെ IS സർട്ടിഫിക്കേഷൻ അതുപോലത്തുള്ള ക്വാളിറ്റി സർട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് പ്രോഡക്ട്സിന് കിട്ടാനായിട്ട് നമ്മുടെ ഈ ക്വാളിറ്റി കൺട്രോൾ പ്രോഗ്രാം സഹായിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ കുറച്ച് ഒരു 8 മാർക്കിനൊക്കെ ആയിരിക്കും മാക്സിമം ചോദിക്കുന്നത്. അപ്പോൾ ഒരു 8 പോയിൻറ്റ്സൊക്കെ മിനിമം മെയിലായിട്ട് എളുപ്പമുള്ള 8 പോയിൻറ്റ്സൊക്കെ മിനിമം പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തായിട്ട് വരുന്ന ഇൻസ്പെക്ഷനാണ്. അപ്പോൾ ഇൻസ്പെക്ഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. കഴിഞ്ഞ മൊഡ്യൂളിൽ കുറച്ച് പോർഷൻസ് ഉണ്ട്, അത് നമുക്കൊരു വേറെ ക്ലാസ്സിലെടുക്കാം.